വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങള് യുദ്ധത്തിൽ ഏർപ്പെടരുത്, തീക്കൊള്ളി കൊണ്ട് നിങ്ങൾ കളിക്കുകയാണ് അല്ലെങ്കിൽ തലചൊറിയുകയാണെന്ന് പറഞ്ഞു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇറാൻ അവരുടെ പുറകിൽ നിന്നുകൊണ്ട് ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകരവാദികളെ ലെബനോനിൽ ഒരു ഗവൺമെന്റ് ഇല്ലെന്ന് വേണേൽ പറയാം. അവിടെ ഒരു ഭരണകൂടം ഇല്ല. ഏതാണ് അവിടെ ഭരിക്കുന്നത് ഈ ഇറാന്റെ പ്രോക്സിയായ ഹെസ്ബുള്ള. അവരാണ് അവിടെ ആർമിയെക്കാട്ടിൽ ശക്തന്മാരായ തീവ്രവാദികൾ. ഇസ്രയേലിന് വിരോധമായി അസംഖ്യം ജനം, എണ്ണിക്കൂട്ടാൻ വയ്യാത്ത വലിയൊരു സമൂഹം യെരുശലേമിലുള്ള ഈ താഴ്വരയിൽ കൂടിയിരിക്കുകയാണ് ഇസ്രയേലിനെതിരായി. നോക്കുക, അവിടെ ചില രാജ്യങ്ങളുടെ പേരുകൾ എടുത്തു പറയുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് അതിൽ നിന്ന് നടത്തിയെടുത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വരുന്ന അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ചില രാജ്യങ്ങളുടെ പ്രത്യേക പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം സോരും സീദോനും സകല ഫെലിസ്ത്യ ദേശങ്ങളുമായുള്ളവരെ, അവരോട് ദൈവം സംസാരിക്കുകയാണ്. ആരാണ് ഈ പ്രദേശം? നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ആ ഭാഗം എക്സ്പോസ് ചെയ്യുന്നില്ല. ഒന്ന് സോരും സീദോനും ലെബനോന്റെ പ്രദേശമാണ്. ഫെലിസ്ത്യ ദേശം ഗാസ പ്രദേശമാണ്. എടുത്ത് ഈ രണ്ട് ഭാഗങ്ങളെ കുറിച്ച് ദൈവം പറയുകയാണ്. ഇസ്രയേലിനെ ഉപദ്രവിക്കുന്ന, ഇസ്രയേലിനെ വിറ്റുകളയുന്ന, ഇസ്രയേലിന്റെ സ്ഥലം കവർ ചെയ്യുന്ന രണ്ട് കൂട്ടരെ കുറിച്ച് എടുത്തു പറഞ്ഞു. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവരെ. വളരെ വ്യക്തമായിട്ട് ഓർക്കണം, സോരിലും സീദോനിലും ഇന്ന് കാണുന്ന യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നെതന്യാഹു വളരെ വ്യക്തമായി ഈ സോരും സീദോനുമുള്ള പ്രദേശം ലെബനോന്റെ പ്രദേശമാണ്. സോരും സീദോനും ലെബനോന്റെ പ്രദേശമാണ്. ആ പ്രദേശത്തോട് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചില്ലേ, ഹെസ്ബുള്ള 1.5 ലക്ഷം മിസൈലുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ഇസ്രയേലിന്റെ വടക്കേ അറ്റത്താണ് ലെബനോൻ. അവിടെ 1.5 ലക്ഷം മിസൈലുകൾ ഇസ്രയേലിന് വിരോധമായി അവര് തൊടുത്തു വെച്ചിരിക്കുകയാണ്. അതില് ചിലതൊക്കെ വിട്ടു, അതിന്റെ ഭവിഷ്യത്തുകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സകല ഫെലിസ്ത്യ ദേശം അത് ഹാമാസിന്റെ കയ്യിലുള്ള പ്രദേശമാണ്. അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ വീണ്ടും പേരെടുത്ത് പറഞ്ഞു. 19-ാം വാക്യം നോക്കട്ടെ. അവിടെ നിന്നൊരു ഭാഗമാണ് നടത്തിയെടുത്ത് ഇന്നത്തെ പഠനത്തിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ആധാരമായി നമ്മൾ വായിച്ചതും ധ്യാനിക്കുവാനായിട്ട് എടുത്തത് യോവേൽ പ്രവചനം 3-ാം അധ്യായമാണ്. നമ്മൾ ആ ഭാഗം 2 ആഴ്ചയായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് യെരുശലേമിൽ പാർക്കുന്ന സംഭവമാണ് അതിന്റെ മനോഹരമായിട്ട് ആ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്. നാം വായിക്കുന്നുണ്ട് അതിന്റെ 17-ാം വാക്യം. അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നതിനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും, യെരുശലേം വിശുദ്ധമായി. വീണ്ടും 21-ാം വാക്യത്തിന്റെ അവസാനത്തിൽ യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. കർത്താവ് മടങ്ങി വന്ന് യെരുശലേമിൽ വസിക്കുന്ന കാര്യമാണ് ഈ പ്രവചനം നിവർത്തിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, യഹോവയുടെ ദിവസം എന്ന ഭയാനകമായ ന്യായവിധിയുടെ ഒരു ദിവസം ഈ ലോകത്തിൽ കടന്നു വരും എന്ന് കണ്ടു. നമ്മളതിന്റെ 3-ാം അധ്യായത്തിൽ, എല്ലാ അധ്യായത്തിലും അത് വായിക്കുന്നുണ്ട്. യഹോവയുടെ ദിവസം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വിധിയുടെ താഴ്വര, അതായത് യഹോശഫത്ത് താഴ്വരയെ കുറിച്ച് പറയുകയാണ്. അസംഖ്യം സമൂഹം കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ഇസ്രയേലിന് വിരോധമായി അസംഖ്യം ജനം, എണ്ണിക്കൂട്ടാൻ വയ്യാത്ത വലിയൊരു സമൂഹം യെരുശലേമിലുള്ള ഈ താഴ്വരയിൽ കൂടിയിരിക്കുകയാണ് ഇസ്രയേലിനെതിരായി. നോക്കുക, അവിടെ ചില രാജ്യങ്ങളുടെ പേരുകൾ എടുത്തു പറയുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് അതിൽ നിന്ന് നടത്തിയെടുത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വരുന്ന അല്ലെങ്കിൽ
അവരെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുടെ ചില രാജ്യങ്ങളുടെ പ്രത്യേക പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം സോരും സീദോനും സകല ഫെലിസ്ത്യ ദേശങ്ങളുമായുള്ളവരെ അവരോട് ദൈവം സംസാരിക്കുകയാണ്. ആരാണ് ഈ പ്രദേശം? നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ആ ഭാഗം എക്സ്പോസ് ചെയ്യുന്നില്ല. ഒന്ന് സോരും സീദോനും ലെബനോന്റെ പ്രദേശമാണ്. ഫെലിസ്ത്യ ദേശം ഗാസ പ്രദേശമാണ്. എടുത്ത് ഈ രണ്ട് ഭാഗങ്ങളെ കുറിച്ച് ദൈവം പറയുകയാണ്. ഇസ്രയേലിനെ ഉപദ്രവിക്കുന്ന, ഇസ്രയേലിനെ വിറ്റുകളയുന്ന, ഇസ്രയേലിന്റെ സ്ഥലം കവർ ചെയ്യുന്ന രണ്ട് കൂട്ടരെ കുറിച്ച് എടുത്തു പറഞ്ഞു. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവരെ. വളരെ വ്യക്തമായിട്ട് ഓർക്കണം, സോരിലും സീദോനിലും ഇന്ന് കാണുന്ന യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നെതന്യാഹു വളരെ വ്യക്തമായി ഈ സോരും സീദോനുമുള്ള പ്രദേശം ലെബനോന്റെ പ്രദേശമാണ്. സോരും സീദോനും ലെബനോന്റെ പ്രദേശമാണ്. ആ പ്രദേശത്തോട് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങള് യുദ്ധത്തിൽ ഏർപ്പെടരുത്, തീക്കൊള്ളി കൊണ്ട് നിങ്ങൾ കളിക്കുകയാണ് അല്ലെങ്കിൽ തലചൊറിയുകയാണെന്ന് പറഞ്ഞു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇറാൻ അവരുടെ പുറകിൽ നിന്നുകൊണ്ട് ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകരവാദികളെ ലെബനോനിൽ ഒരു ഗവൺമെന്റ് ഇല്ലെന്ന് വേണേ പറയാം. അവിടെ ഒരു ഭരണകൂടം ഇല്ല. ഏതാണ് അവിടെ ഭരിക്കുന്നത്? ഈ ഇറാന്റെ പ്രോക്സിയായ ഹെസ്ബുള്ള. അവരാണ് അവിടെ ആർമിയെക്കാട്ടിൽ ശക്തന്മാരായ തീവ്രവാദികൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചില്ലേ, ഹെസ്ബുള്ള 1.5 ലക്ഷം മിസൈലുകൾ ഇസ്രയേലിന്റെ നേരെ തൊടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ഇസ്രയേലിന്റെ വടക്കേ അറ്റത്താണ് ലെബനോൻ. അവിടെ 1.5 ലക്ഷം മിസൈലുകൾ ഇസ്രയേലിന് വിരോധമായി അവര് തൊടുത്തു വെച്ചിരിക്കുകയാണ്. അതില് ചിലതൊക്കെ വിട്ടു, അതിന്റെ ഭവിഷ്യത്തുകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സകല ഫെലിസ്ത്യ ദേശം അത് ഹാമാസിന്റെ കയ്യിലുള്ള പ്രദേശമാണ്. അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ വീണ്ടും പേരെടുത്ത് പറഞ്ഞു. 19-ാം വാക്യം നോക്കട്ടെ. അവിടെ നിന്നൊരു ഭാഗമാണ് നടത്തിയെടുത്ത് ഇന്നത്തെ പഠനത്തിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. യഹൂദ ദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞു. ആ വാക്ക് ശ്രദ്ധിക്കുക, കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞു. ഈ മാസം 7-ാം തീയതി സംഭവിച്ചത് എന്താ? കുറ്റമില്ലാത്ത രക്തം. വെറും ഒരു ഗായിക ഒരു സംഗീത പ്രോഗ്രാമിൽ പങ്കെടുത്ത 260 പേരുടെ ഡെഡ് ബോഡിയാണ് കിട്ടിയത്. ഒരു യുദ്ധത്തിനോ യാതൊരു കാര്യത്തിനും പോകാത്ത നിരപരാധികളായ ചെറുപ്പക്കാർ 260 പേരുടെ ബോഡിയാണ് അവിടുന്ന് എടുക്കുന്നത്. എത്രയോ പേരെ, 1300 പേരെയോളം ഇസ്രയേലിനെ ഈ ഹാമാസ് കൊന്നുകളഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, യഹൂദ ദേശത്തിൽ കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സംഹാരം ഹേതുവായി, ആ വാക്ക് നോക്കുക, അവരോട് ചെയ്ത സംഹാരം ഹേതുവായി മിസ്രയും ശൂന്യമായി തീരുകയും ഏതോ നിർജ്ജനമായി തീരുകയും ഭവിക്കുകയും ചെയ്യും. രണ്ട് ഭാഗം എടുത്തു പറഞ്ഞു. ഈജിപ്തിനെ കുറിച്ച് പറഞ്ഞു, ഏതോമിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇന്ന് ഏതോമിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഈജിപ്തിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ ഭാഗത്തിലേക്ക് പോകാം. ഈജിപ്ത് ഇസ്രയേലുമായിട്ട് സമാധാന കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈജിപ്തിൽ നടന്നു. ഈജിപ്തിലെ ഇലക്ഷനിൽ ആരാ ജയിച്ചത്? ഇസ്ലാമിക് ബ്രദർഹുഡ്. അത് തീവ്രവാദികളാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ് അവരാണ് അവിടെ ജയിച്ചത്. ഒരു ഡെമോക്രാറ്റിക് വോട്ടിന്റെ ഫലമായി ഈ ഗാസയിൽ ഹാമാസ് വന്ന പോലെ ഈജിപ്തിൽ അധികാരത്തിലേക്ക് വന്നത് ഇസ്ലാമിക് ബ്രദർഹുഡാണ്. ഇന്ന് അവരവിടെ ഭരിക്കുന്നില്ല. എന്താ ഭരിക്കാത്തത്? പട്ടാളക്കാര് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തു. പട്ടാള ഭരണമാണ്, പട്ടാളത്തിന്റെ കയ്യിലാണ് ഇന്ന് ഈജിപ്തിന്റെ ഭരണം. പക്ഷേ ഈജിപ്ഷ്യൻ ജനതയുടെ മനോഭാവം എന്താണ്? ഈജിപ്ഷ്യൻ ജനതയുടെ മനോഭാവം ഇസ്ലാമിക് ബ്രദർഹുഡ്, ഹാമാസ് പോലെയുള്ള മനോഭാവമാണ്. പക്ഷെ അവർക്ക് അനങ്ങാൻ വയ്യാതെ ഈ ഭരണകൂടം ഇസ്രയേലുമായിട്ട് സമാധാന ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ കണ്ടു, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവസാനത്തെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്, ഇസ്രയേലിനുള്ള ബന്ധത്തിൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് ഈജിപ്റ്റാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ഒരു ഭാഗത്തിൽ, ഈ ഭാഗത്ത് നമുക്ക് മടങ്ങി വരണം. ദാനിയേലിന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. ദാനിയേലിന്റെ പുസ്തകം
വളരെ വ്യക്തമായി അന്ത്യകാല യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം നോക്കിയേ. അവിടെ പറയുന്ന വാക്ക് അറ്റ് ദ ടൈം ഓഫ് എൻഡ്, പിന്നെ അന്ത്യകാലത്ത്. ഈ അന്ത്യകാലം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മടങ്ങി വരവിനുള്ള ബന്ധത്തിൽ പറയുന്ന ഭാഗമാണ്. അറ്റ് ദ ടൈം ഓഫ് ദ എൻഡ്. നോക്കുക, തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് നിർത്തുമുട്ടും. തെക്കേ ദേശം ഏതാണ്? ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, ഇസ്രയേലാണ് ദൈവത്തിന്റെ കൺമുമ്പിൽ ലോകത്തിന്റെ കേന്ദ്രബിന്ദു. അവരെ രാജ്യങ്ങളുടെ മധ്യത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ വേൾഡ്. അതിന്റെ തെക്കെന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ തെക്ക് ഭാഗമാണ്. ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്ന രാജ്യം ഏതാ? ോട് ചേർത്ത് ഏതോം നിർജ്ജനമാകും, ഈടും നിർജ്ജനമാകുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊരു ഒരു ഒരു റിസർച്ച് പോലെ ഞാൻ ദൈവവചനത്തിലൂടെ വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്തൊരു പാർട്ടാണ്. ഞാൻ പലപ്പോഴും ഓർക്കും, ഇതൊരു ബുക്കാക്കിയാൽ എന്താണെന്ന് എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ ആ ഭാഗം എടുക്കുകയാണ്. ആരാണ് ഈ ഏദോമ്യര്? നിങ്ങൾ വേണമെങ്കിൽ ഒരു തലക്കെട്ട് കൊടുത്തു, ആരാണ് ഈ ഏദോമ്യര്? ഞാൻ മനസ്സിലാക്കുന്നു, ദൈവജന പഠനത്തിന്റെ ഫലമായി ഈ ഏദോമ്യർ എന്ന് പറയുന്നത് പ്രധാനമായി യേശാവിന്റെ വംശമാണ്. യേശാവിന്റെ വംശം. നമ്മള് യേശാവിന്റെ വംശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1-2 വാക്യം വായിച്ച് ഞാൻ മുന്നോട്ട് പോകാം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുക്കാം. പഴയ നിയമത്തിൽ മലാക്കിയുടെ പുസ്തകം പല ഭാഗങ്ങളിൽ ഒരെണ്ണം ഞാൻ എടുക്കുന്നു, ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. നോക്കുക, മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യം നോക്കട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് യഹോവ അരുളി ചെയ്തു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നെന്ന് ചോദിക്കുന്നു. യേശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നത് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ യേശാവിനെ ഞാൻ ദോഷിച്ചു, അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി, അവന്റെ അവകാശങ്ങളെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. വളരെ വ്യക്തമായ ഒരു കാര്യം ഓർക്കുക, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. യാക്കോബിന്റെ ഇരട്ട സഹോദരനാണ് യേശാവ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. വീണ്ടും നമ്മൾ ഓർക്കണം, ആ കുഞ്ഞുങ്ങളെ ഭൂമിയിൽ വന്ന് ജീവിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ മൂത്തവന്റെ കുതികാൽ പിടിച്ചിരിക്കുകയാണ് ഇളയവൻ. ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ ഉള്ള ഒരു പോരാട്ടത്തിന്റെ ചിത്രമാണ് നമ്മള് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. ഇളയവൻ മൂത്തവന്റെ കുതികാലം പിടിച്ചിരിക്കുക. നമ്മൾ ഒരു കാര്യം ഓർക്കുക, യേശാവ് ആരാണ്? യേശാവ് യാക്കോബിന്റെ ഇരട്ട സഹോദരനാണ്. ഇസ്മായിലിനെ കുറിച്ച് നമുക്കറിയാം. ഇസ്മായിൽ അബ്രഹാമിന്റെ പുത്രനാണെങ്കിലും 2 അമ്മമാരിലാണ്. ഇസഹാക്ക് ജനിച്ചത് സാറയിലാണ്, എന്നാൽ ഇസ്മായിൽ ജനിച്ചിരിക്കുന്ന ഹാഗറിലാണ്. ഇവർ 2 പേരും ജനിച്ചത് അബ്രഹാമിലൂടെയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്മായിലും അതുപോലെ ഇസഹാക്കും എന്ന് പറയുമ്പോൾ അവര് തമ്മിൽ സഹോദരങ്ങളാണെങ്കിൽ 2 അമ്മയുടെ മക്കളാണ്. എന്നാൽ യാക്കോബും ഏശാവും നമ്മൾ ഓർക്കണം, അവരാരാണ്? യാക്കോബ് ഏശാവും ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയുടെ ഉള്ളത്തിൽ ഇരട്ടകളായി പിറന്നവരാണ് അവർ. അവരുടെ പോരാട്ടം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കാണുന്നു. ദൈവം ഒരു കാര്യം എടുത്തു പറയുന്നു, ഞാൻ യേശാവിനെ ദോഷിച്ചു. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. റോമലേഖനം 9:13 പുതിയ നിയമത്തിൽ നിന്നും വായിക്കാം. റോമലേഖനം 9-ാം അധ്യായം. നമുക്ക് എന്നിട്ട് ഇത് ആധുനിക ലോകത്തിൽ ആരാണെന്നുള്ളത് ഒന്ന് അപഗ്രഥിച്ച് നോക്കാം. 9-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദോഷിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലും അതെടുത്ത് പറയും. നമ്മൾ ഓർത്തതുപോലെ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രാരംഭമായി നമുക്ക് ഈ ഭാഗം അവിടെ നിൽക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഈ ഭാഗത്തിൽ നമുക്ക് മടങ്ങി വരാം. എന്നാല് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം നോക്കിയാട്ടെ. നമ്മളൊരു പഠനം, ഒരു റിസർച്ച് പോലെ നടത്തുകയാണ് ഈ ഭാഗം. ഞാൻ വളരെ ഗൗരവമായിട്ട് ആ ഭാഗം കാണുന്നു.
കാരണം അതിന്റെ 25-19 തൊട്ടുള്ള വാക്യം അവിടെ വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ മകനായ ഇസാക്കിന്റെ വംശപാരമ്പര്യമാവ്. അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു. ഇസാക്ക് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻഅരാമിലെ അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും ആരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. തന്റെ ഭാര്യ മച്ചയായിരുന്നത് കൊണ്ട് ഇസാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. നമ്മള് താഴോട്ട് വായിക്കുമ്പോൾ മൂത്തവന്റെ പേരാണ് ഏശാവ്. അവന് ആരാണ്? 27-ാം വാക്യത്തിൽ നമുക്ക് 26-ാം വാക്യോട് വായിക്കാം. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, പ്രസവിക്കുന്ന കാര്യമാണ്. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവനെ പ്രസവിച്ചപ്പോൾ യാക്കോബിന് ഇസാക്കിന് 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. വളരെ വ്യക്തമായ ഒരു കാര്യം ഓർക്കുക. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് ഈ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ തള്ളുകയാണ്. പുറത്തു വരുമ്പോൾ മൂത്തവന്റെ കുതികാല് പിടിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞു 2 വംശങ്ങളാണ് ഈ രണ്ട് കുട്ടികൾ ഇതിന്റെ വയറ്റിലുള്ളത്. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. ആരാണ് യാക്കോബിന്റെ പിള്ളേരാണ് ഇസ്രയേൽ എന്ന് അറിയപ്പെട്ട 12 ഗോത്രങ്ങൾ ജനിക്കുന്നത്. എന്നാൽ ഏശാവ് നമ്മൾ 30-ാം വാക്യത്തിൽ ആ ചുവന്ന പായസം ഏറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം ചുവന്നവൻ എന്ന് പേരായി. ഏദോം അല്ലെങ്കിൽ നോക്കുക, ഏദോം എന്ന അവന് പേരായി. ഏദോം എന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ്. നോക്കുക, ഏശാവിന് ചുവന്ന രോമമുള്ള മനുഷ്യനായി. ആ കാര്യം ശ്രദ്ധിക്കണം. അവന് ചുവന്ന പായസം ഇഷ്ടപ്പെട്ടു. അവൻ പാർത്തത് ഏദോമിലാണ്. ഏദോം എന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ്. നമ്മള് യോർദാന്റെ തെക്ക് ഭാഗത്ത് വരുമ്പോൾ ഈ പെട്ര എന്നൊക്കെ പറയുന്ന സ്ഥലം കാണാം. നിങ്ങൾ ആരെങ്കിലും അവിടെ സന്ദർശിച്ചെങ്കിൽ ശ്രദ്ധിച്ച് കാണും. അവിടെയുള്ള മണ്ണിന് തന്നെ ഒരു ചുവപ്പ് നിറവാണ്. അതുകൊണ്ടാണ് ഏതോ ചുവപ്പ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ആ മണ്ണിന് ചുവപ്പാണ്. അവന് ഏതാണ്ട് ഒരു ചുവപ്പ് നിറമാണ്. അവൻ ഇഷ്ടപ്പെട്ട പായസം ചുവപ്പാണ്. ഏതോ എന്ന് പറയുന്നത് ഏശാവിന്റെ വംശമാണ്. നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കുക, ഈ 2 കുട്ടികളുടെ ക്യാരക്ടർ കാണും. ഇവന് വേട്ടയാടുന്നവനും വനസഞ്ചാരിയും. നോക്കുക, വളരെ സമർത്ഥനായിരുന്നു ഈ വേട്ടയിൽ ഏശാവ്. യാക്കോബോ സാധുശീലൻ, കൂടാരവാസി. ആത്മീയകാര്യങ്ങൾ കേട്ടും ആ കൂടാരത്തിൽ വസിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ മറ്റവന് വേട്ടയിറച്ചിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കണം, ഈ മൂത്തവന് അവനെയാണ് ജ്യേഷ്ഠാവകാശം. മൂത്തവന്റെ ആണല്ലോ ജ്യേഷ്ഠാവകാശം. യാക്കോബ് കൂടാരത്തിൽ പാർത്ത് ആത്മിക കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് സൂത്രത്തിൽ മൂത്തവന്റെ ജ്യേഷ്ഠാവകാശം കൈവശപ്പെടുത്തി. പായസം വിലപേശി ആ ജ്യേഷ്ഠാവകാശം കൈവശപ്പെടുത്തി. രണ്ടാമത് വളരെ തന്ത്രപൂർവമായി 26-ാം അധ്യായത്തിൽ വരുമ്പോൾ തന്ത്രപൂർവമായി അപ്പന്റെ അനുഗ്രഹവും യാക്കോബ് കൈവശപ്പെടുത്തി. അപ്പോൾ ആത്മികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് യാക്കോബിനാണ്. എന്നാൽ ദൈവം ഏശാവിനെ അനുഗ്രഹിച്ചു. നമുക്ക് നോക്കാം എന്താ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. 27-ാം അധ്യായം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിന്റെ 35 തൊട്ട് അവൻ പിതാവിന്റെ അടുക്കൽ പറയുന്നുണ്ട്, അപ്പാ ഒരനുഗ്രഹമേ ഉള്ളോ, എനിക്കൂടെ അനുഗ്രഹം തരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അനുഗ്രഹം മേടിക്കുന്നു. 35 തൊട്ടുള്ള വാക്യം, 27-ാം അധ്യായത്തിന്റെ 35 തൊട്ടുള്ള വാക്യം. അതിനവൻ നിന്റെ സഹോദരൻ ഉപായത്താൽ വന്ന് നിന്നെ അനുഗ്രഹിച്ചു,
അപഹരിച്ചു കളഞ്ഞു, അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ലോ അവന്റെ പേർ. 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. നീ എനിക്കൊരു അനുഗ്രഹം കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു. ഇസാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കിയും അവന്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. ഏശാവ് പിതാവിനോട്, നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞു. എന്നാറെ അവന്റെ അപ്പനായ ഇസാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, അടുത്ത ഭാഗം ശ്രദ്ധിച്ചാട്ടെ, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും നീതി ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദോഷിച്ചു. അപ്പനെ കുറിച്ച് വ്യസനിക്കുന്ന കാലം അടുത്തിരുന്നു. അപ്പോൾ ഞാൻ എന്റെ സഹോദരനെ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. എന്റെ സഹോദരന്മാരെ, ഇവിടെ അവന്റെ ക്യാരക്ടർ വെളിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹമാണ്. എന്താന്ന് നോക്കിക്കട്ടെ, 39 വാക്യത്തിൽ വാളുകൊണ്ട് അവൻ ഉപജീവിക്കും. മാത്രമല്ല, ഇവൻ ജീവിച്ച പ്രദേശം ഭൂമിയിലെ പുഷ്ടി കൂടാതെ മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെ ഇരിക്കുന്ന സ്ഥലം. ചാവുകടൽ തീരമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചാവുകടലിന്റെ അവിടമൊക്കെ ഉണങ്ങി വരണ്ടു കിടക്കുന്ന പ്രദേശം. ചാവുകടലിന്റെ ഏതാണ്ട് അടുത്താണ് ഈ അറേബ്യൻ പെനിൻസുല. ഈവൻ സെറ്റിൽ ചെയ്തത് ചാവുകടലിന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തിലാണ്. അത് താഴോട്ട്, ആ അറേബ്യൻ പെനിൻസുലയുടെ താഴോട്ട് വരുന്ന ഭാഗമാണ്. അവന് ഇവിടെ എടുത്തു പറഞ്ഞു വാളുകൊണ്ട് ഉപജീവിക്കും എന്ന് പറഞ്ഞു. ഇവരുടെ വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ വരുമാന മാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള മറ്റു ഗോത്രങ്ങളെ ആക്രമിക്കുകയും അവിടെയുള്ള സ്ത്രീകളെ പിടിച്ചോണ്ട് വരികയും അവരുടെയുള്ള സ്വത്തുക്കളെ കൈവശപ്പെടുത്തുകയും അങ്ങനെ വാളുകൊണ്ട് ഉപജീവിച്ചു. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ, നമ്മൾ എത്ര കഥകൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര നോവല് വായിച്ചിട്ടുണ്ട്. പൈറേറ്റ്സ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞു. അതെന്താ പൈറേറ്റ്സ് ഓഫ് അറേബ്യ? ഇവിടെ വായിക്കുന്നു, ഈ പൈറേറ്റ്സ് എന്ന് പറഞ്ഞാല് അവരെന്താ, അവര് വാളുകൊണ്ട് കൊള്ളയടിക്കുന്നവര്, കപ്പൽ യാത്ര ചെയ്യുന്നവരെയും കരയിലൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ അവര് കൊള്ളയടിക്കുന്നവരായിരുന്നു. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവനം കഴിക്കും. അറേബ്യൻ പൈററ്റ്സ്. നമ്മൾ വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ 40-ാം വാക്യത്തിലാ പറഞ്ഞത് വാളുകൊണ്ട് ഉപജീവിക്കും. 36-ാം വാക്യത്തില് നമ്മൾ കണ്ടു അവന് യാക്കോബിനെ ദോഷിക്കുക. 41-ാം വാക്യത്തില് യാക്കോബിനെ കൊന്നുകളയുവാൻ ഏശാവ് തീരുമാനിക്കുക. ഹേറ്റഡ്നെസ്. ഈ ബാലന്മാർ തമ്മിലുള്ള വൈരാഗ്യം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വൈരാഗ്യമായി മാറുകയാണ്. യേശാവ് ഒരു അറബിയല്ല. പിന്നെ യേശാവ് എങ്ങനെ അറേബ്യൻ ഈ കൂടാരത്തിൽ ചെന്ന് പതിച്ചത്? പറയാൻ, അപ്പനോടും അമ്മയോടുമുള്ള വൈരാഗ്യം. അപ്പനും അമ്മയും തന്റെ സഹോദരനായി യാക്കോബിനെ അല്ലേ കൂടുതൽ സ്നേഹിച്ചത്? അവനല്ലേ അനുഗ്രഹങ്ങൾ കൊടുത്തത്? അമ്മയല്ലേ കൂടെ നിന്ന് ആ തന്ത്രങ്ങൾ പൂർവ്വം അപ്പന്റെ അനുഗ്രഹങ്ങൾ മേടിച്ചു കൊടുത്തത്? ഈ അപ്പനോടും അമ്മയോടും ഈ ഏശാവിന് വിദ്വേഷമായിരുന്നു. നമുക്ക് നോക്കാം, 28-ാം അധ്യായം എടുത്താട്ടെ. 28-ാം അധ്യായം അതിന്റെ 7 തൊട്ടുള്ള വാക്യം നോക്കുക. അതിന്റെ 1-ാം വാക്യം കൂടെ ഒന്ന് വായിക്കും. അനന്തരം ഇസാക്ക് യാക്കോബിനെ വിളിച്ചു അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ചത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻഅരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിനക്കൊരു ഭാര്യയെ എടുത്തു കൊടുക്കാം. അതിന്റെ 7 തൊട്ടുള്ള വാക്യം. യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ദൻഅരാമിൽ പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ
കനാന്യ സ്ത്രീകൾ തന്റെ അപ്പന്റെ ഇസാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏശാവ് ഇസ്മായിലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ മകളും നബായോത്തിന്റെ സഹോദരനുമായ മഹലേത്തിനെ വിവാഹം കഴിക്കും. ഇവിടെ ഒന്ന് നോക്കിക്കാട്ടെ, ഓൾറെഡി ഏശാവിന് 2 ഭാര്യമാരുണ്ട്. ഇപ്പോൾ ഇസ്മായിലിന്റെ മകളെ കൂടെ വിവാഹം കഴിക്കുക. ഇസ്മായിലിന്റെ മകളും നബായോത്തിന്റെ സഹോദരനുമായ മഹലേത്തിനെ വിവാഹം കഴിക്കുന്നു. എന്തിനാ വിവാഹം കഴിച്ചത്? യാക്കോബിനും റാഹേലിനും അവരെ ഇഷ്ടമല്ല എന്ന് കണ്ടിട്ട് ഈ ഏശാവി എന്ന അവളെ കൂടെ കല്യാണം കഴിക്കുക. നമുക്ക് നോക്കാം, ഇവിടുന്ന് ആ വൈരാഗ്യം ആരംഭിക്കുക. നമ്മള് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അത് പെർപ്പച്വൽ ഹേറ്റഡ്നെസ് ആയി മാറുകയാണ്. നമ്മൾ ഓർക്കണം, അതൊരു പെർപ്പച്വൽ ഹേറ്റഡ്നെസ് ആകുകയാണ്. അവരുടെ ചോരയിൽ അത് അലിഞ്ഞു കിടക്കുന്നത് നമ്മൾ കാണും. ഉദാഹരണമായിട്ട് സംഖ്യാപുസ്തകം എന്നെടുക്കുക. സംഖ്യാപുസ്തകം 20-ാം അധ്യായം എടുത്താൽ, സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നോക്കാട്ടെ. 20-ന്റെ 21 തൊട്ട് വായിക്കാം. അതിനവൻ നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏതോം ബഹുസൈന്യത്തോടെ ബലമുള്ള കൈയോടും കൂടെ അവനെ നേരെ പുറപ്പെട്ടു. അങ്ങനെ ഏതോം തന്റെ അതിനിൽ കൂടെ കടന്നു പോകുവാൻ ഇസ്രയേലിനെ സമ്മതിച്ചില്ല. ഇസ്രയേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. 400 വർഷം ഈജിപ്തിൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് അതിലെ ഈ ഏശാവിന്റെ സ്ഥലത്തുകൂടെ ഒന്ന് കടന്നു പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ സഹോദരനാണെങ്കിലും സമ്മതിച്ചില്ല. ഞങ്ങള് ഒന്നും അപഹരിക്കില്ല, എന്തെങ്കിലും ഭക്ഷിച്ചാൽ അതിന്റെ പണം തരാമെന്നും മോശ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. എന്താ ഇവരോടുള്ള വൈരാഗ്യം? നോക്കുക, ഈ ഏശാവിന്റെ കൊച്ചുമകനാണ് ആര്? അമലേഖ് എന്ന് പറയുന്നത്. നമുക്ക് ഉൽപ്പത്തി 36 നോക്കിയാട്ടെ. ഉൽപ്പത്തി 36 ന്റെ 12-ാം വാക്യം നോക്കിയാട്ടെ. തിമ്ല എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമേലേക്കിനെ പ്രസവിച്ചു. അമേലേക്ക് എന്ന് പറയുന്നത് ഏശാവിന്റെ കൊച്ചുമകനാണ്. അവന് ദൈവഭയമില്ലാത്തവനാണ്. നമ്മൾ നോക്കിക്കേ, പുറപ്പാട് ദിവസം 17-ാം അധ്യായം ഈ വംശത്തെ കുറിച്ച് നോക്കിക്കേ. ഇസ്രയേലിനോടുള്ള അവരുടെ വൈരാഗ്യം പുരാതന കാലത്ത് തന്നെ. പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യം ഒന്ന് നോക്കാട്ടെ. 17-ാം അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യം. യഹോവ മോശയോട് നീ ഇത് ഓർമ്മിക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. ഞാൻ ഏശാവിനെ ദോഷിച്ചിരിക്കുന്നു. ഏശാവിന്റെ കൊച്ചുമകനാണ് അമലേക്ക്. ഈ അമലേക്ക് ഇസ്രയേൽ കടന്നു വരുമ്പോൾ, ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവരിൽ ബലഹീനരെ പുറകിൽ നിന്ന് വെട്ടിക്കൊല്ലുകയാണ്. നമ്മളത് 7-ാം വാക്യം തുടങ്ങി വായിക്കുന്നു. ഇത് ദൈവം പറഞ്ഞു എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ പേര് അശേഷം ഇല്ലാതാക്കും. എന്നാൽ ഇവരെ കുറിച്ച് ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ വർഗത്തിന്റെ, ഈ ഗോത്രത്തിന്റെ ക്യാരക്ടറാണ് ആവർത്തനം 25-ാം അധ്യായം അതിന്റെ 17 തൊട്ടുള്ള വാക്യം. 17 തൊട്ട്, നിങ്ങൾ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമേലേക്ക് നിന്നോട് ചെയ്തത് അവർ ദൈവത്തെ ഭയപ്പെടാതെ, ആ വാക്ക് നോക്കി, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ബലഹീനരായ, ക്ഷീണിച്ച, തളർന്നിരിക്കുന്ന ഇസ്രായേലിനെ പുറകിൽ നിന്ന് വെട്ടിക്കൊല്ലുകയാണ് ഏശാവിന്റെ കൊച്ചുമകൻ. ദൈവം പറഞ്ഞ വാക്കോർക്കുക, ഞാൻ ഏശാവിനെ ദോഷിച്ചു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവരുടെ ക്യാരക്ടറാണ് നമ്മൾ എസെക്കിയേൽ പ്രവചനം ആധുനിക ലോകത്തിൽ വരുമ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. എസെക്കിയേൽ പ്രവചനം സൗന്മാരെ ഇതൊന്ന് ചേർത്ത് വായിക്കുമ്പോഴാണ്
നമുക്ക് ഈ ഇവരുടെ ക്യാരക്ടർ, ഇന്നത്തെ കാര്യം നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എസെക്കിയേൽ പ്രവചനം 35-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നതാൽ, മനുഷ്യപുത്ര, നീ സെയിർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിക്കണം. ആരാണ് ഈ സെയിർ പർവ്വതം? ഒരു വാക്യമെടുക്കാം. ആവർത്തനം 2 നമുക്ക് ഈ ഭാഗത്ത് തിരിച്ചു വരണം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം, അതിന്റെ ആദ്യത്തെ 2 വാക്യം നമുക്ക് വായിക്കാം. ആദ്യത്തെ 2 വാക്യം. അനന്തരം യഹോവയോട് കൽപ്പിച്ചത്, നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക. നാം ഏറിയ നാൾ സെയിർ പർവ്വതത്തെ ചുറ്റി നടക്കും. അതിന്റെ 4-ാം വാക്യം. സെയിർ കുടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാർ. അപ്പം ഏശാവിന്റെ വംശം കുടിയിരിക്കുന്ന സ്ഥലമാണ് ഏത്? സെയിർ പർവ്വതം. ആ സ്ഥലത്തിന്റെ പേരാണ് ഏദോം. ഏദോം എന്ന പേര് സെയിർ പർവ്വതം എന്ന് പറയുന്ന സ്ഥലമാണ്. ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം. ദൈവം ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു. ആരോടാ പറയുന്നത്? ഏദോമ്യരോട് പറയുക. ആരാണ് ഏദോമ്യർ എന്ന് നമുക്ക് നോക്കാം. അതിന്റെ 5-ാം വാക്യം നോക്കിയ സൗരന്മാരെ, 5-ാം 6-ാം വാക്യം. നീ നിത്യവൈരം ഭാവിച്ചു. ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യമായ അവരുടെ ആപത്ത് കാലത്ത് നീ അവരെ വാളിനേൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ, രക്തം നീ വെറുത്തിരിക്കുന്നു, രക്തം നിന്നെ പിന്തുടരുന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, സിൻസ് യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, സിൻസ് യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, നീ രക്തത്തെ വെറുത്തില്ല, നീ രക്തം ചൊരിയുന്നവനായി മാറി. ഇസ്രായേൽ മക്കളുടെ ചോര നീ ചിന്തുകയാണ്. ദൈവം അപ്പോൾ ഈ സെയിർ പർവ്വതം, നമുക്ക് ആ വാക്യത്തിന്റെ 15-ാം വാക്യം നോക്കാം. 35-15. ഇസ്രായേൽ ഗൃഹത്തിന്റെ അവകാശമായി ശൂന്യമായി നീ സന്തോഷിച്ചുവല്ലോ, ഞാൻ നിന്നോട് അതുപോലെ ചെയ്യും. സെയിർ പർവ്വതവും എല്ലാ ഏദോമിലുമുള്ളവരെ നീ ശൂന്യമായി ചേരും, ഞാൻ യഹോവയെന്ന് അവർ അറിയും. സെയിർ പർവ്വതത്തിന്റെ മറ്റൊരു പേരാണ് ഏദോമ്യർ എന്നുള്ള പേര്. നമ്മൾ കണ്ടില്ലേ? ഇനിയും എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം നോക്കട്ടെ. ഞാൻ പറയുന്ന 2 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എസെക്കിയേൽ പ്രവചനം 36-ന്റെ 5-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും, ആ വാക്ക് അണ്ടർലൈൻ ചെയ്യുക, എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എന്റെ തീഷ്ണാഗ്നിയിൽ സംസാരിക്കും. അവർ എന്റെ അവകാശത്തെ കവർച്ചയായി തള്ളിക്കളയുവാൻ തക്കോണം അതിനെ പൂർണ്ണ സന്തോഷത്തോടെ നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. 7-ാം വാക്യം നോക്കട്ടെ. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ദൈവം ഏദോമിനോടും ചുറ്റുമുള്ള ജാതികളോടും പറയുകയാണ്. എന്നാൽ പ്രവചനത്തിൽ ഏദോമ്യരെ എടുത്തു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഏദോമ്യരെ എടുത്തു പറയുന്നു. നമ്മൾ കണ്ടു യോവേൽ പ്രവചനം 3-ാം അധ്യായം. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഏദോം നിർജ്ജനമായി തീരുമെന്ന് ദൈവം പറയുകയാണ്. അവരോടുകൂടെ അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ആരാണത്? ഇസ്മായേലിന്റെ സന്തതികളും ഏശാവിന്റെ സന്തതികളും കൂടെ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. ഇസ്മായേല് ഇസഹാക്കിനെ വെറുത്തു, ഏശാവ് യാക്കോബിനെ വെറുത്തു. ഈ വെറുപ്പ് നമ്മൾ കണ്ടു. ഇത് ഒരു നിത്യ വൈരാഗ്യമായി ഭവിച്ചു. ഇറ്റ് ഇസ് എൻ എറ്റേണൽ. നമ്മളിവിടെ കണ്ടതുപോലെ ഒരു നിത്യ വൈരാഗ്യം. നമുക്ക് ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എസെക്കിയേൽ പ്രവചനം തന്നെ അതിന്റെ
എസെക്കിയേൽ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. ദൈവം എടുത്തു പറയുകയാണ്, ഏദോമിനോട് ദൈവം പ്രതികാരം നടത്തും. 15-ാം വാക്യം, യഹോവേ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്യുവാൻ പൂർവദോഷത്തോടെ നാശം വരുത്തുവാൻ നിന്നാ ഹൃദയത്തോടുകൂടെ പകരം വീട്ടിയത് കൊണ്ട്. ഓൾഡ് ഹേറ്റ്രഡ് എന്നാണ്. ഓൾഡ് ഹേറ്റ്രഡ് നമ്മൾ എസെക്കിയേൽ 35-5 വായിച്ചു. നിത്യവൈരാഗ്യം, ഓൾഡ് ഹേറ്റഡ്നെസ്. അപ്പോൾ ഇന്ന് ലോക രാജ്യങ്ങൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ ചിന്തയനുസരിച്ച് ഇന്ന് വാർത്തകളിലൊക്കെ വായിക്കുന്നത് എന്താ? ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതായത് UN സെക്രട്ടറി വരെ പറഞ്ഞിരിക്കുന്നു, ഈ ഈ ഹമാസ് കഴിഞ്ഞ നാളുകളിൽ അവർക്ക് രാജ്യം കൊടുക്കാഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ അവരുടെ വൈരാഗ്യമാണ് ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നു. ലോകം ചിന്തിക്കുന്നത് എന്താ? പലസ്തീന് ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുക, അതോടുകൂടെ പ്രശ്നം തീരും. 1948 ഇസ്രായേൽ പിറന്നു വീണ ശേഷമാണ് ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നു. എന്നാൽ വേദപുസ്തകം എന്താ പറഞ്ഞ്? വേദപുസ്തകം പറഞ്ഞു, ഇത് പൂർവദോഷമാണ്, ഇത് പുരാതന വൈരാഗ്യമാണ്, ഈ ബാലന്മാർ തമ്മിൽ തുടങ്ങിയ വൈരാഗ്യമാണ്, അവരുടെ ചോരയിൽ അലിഞ്ഞു കിടക്കുന്ന വൈരാഗ്യമാണിത്. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം നോക്കാം. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം നോക്കാം. അതിന്റെ 11-12 വാക്യം നോക്കട്ടെ. ആമോസ് 1:11-12. യഹോവ ഇപ്രകാരം അരുളിച്ച്, ഏദോമിന്റെ 3-4 അതിക്രമ നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്നു. തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദോഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കുക. ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അത് ബൊസ്രയിലെ അരമകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. വളരെ വ്യക്തമായി ദൈവം ഈ ഏദോമിനെ ശിക്ഷിക്കുമെന്ന് തീർത്തു പറയുകയാണ്. എന്താ കാരണം? നാം വായിച്ചിടത്തൊക്കെ ഞാൻ ഊന്നി പറഞ്ഞു, പുരാതന വൈരാഗ്യം, ഓൾഡ് ഹേറ്റഡ്നെസ്, നിത്യവൈരാഗ്യം. നിന്റെ കോപം സദാകാലം ഇസ്രായേൽ മക്കളെ കടിച്ചു കീറുവാൻ. 7-ാം തീയതി ഹമാസ് ആക്രമണത്തിന് ഇസ്രായേലിൽ കയറിയപ്പോൾ അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അവരോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു, സ്ത്രീകളോട് ഒരു കരുണയും കാണിക്കാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മുഴുവൻ അവരുടെ ശരീരത്തെ വികൃതമാക്കാൻ ചെയ്യണം. സദാകാലം വിദ്വേഷം വെച്ച് അവരെ കടിച്ച് കീറിക്കളയുവാനുള്ള ഒരു വൈരാഗ്യം. ഇനി ഒരു ഭാഗം എടുക്കാം. അത് നമ്മുടെ കണ്ണ് തുറക്കേണ്ട ഒരു ഭാഗം. ഓബദ്യാവിന്റെ പ്രവചനം എടുക്കാം. ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ, പക്ഷേ അത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഞാൻ പ്രവചന പഠനത്തിലൂടെയാണ് മനസ്സിലായത്. ഓബദ്യ പ്രവചനം നമ്മുടെ ബൈബിളിൽ 873-ാമത്തെ പേജ്, പഴയ നിമിത്തത്തിൽ 873. ആമോസിന്റെ പുസ്തകം കഴിഞ്ഞ ഉടനെ ഓബദ്യാവിന്റെ പ്രവചനം. പലരും കരുതിയിട്ടുണ്ട് ഓബദ്യ പ്രവചനത്തിന് പ്രസക്തിയില്ല, അത് കഴിഞ്ഞുപോയി, അത് നിവർത്തിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിന്റെ നിവൃത്തി ഭാഗികമായിട്ടേ സംഭവിച്ചിട്ടുണ്ട്. അത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഇവിടെ നമ്മള് വായിക്കുന്നത് പോലെ ഇത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നു 21-ാം വാക്യം. അതിന്റെ അവസാന ഭാഗത്തില് യേശാവിന്റെ പർവ്വതത്തെ ന്യായവിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും. രാജ്യത്വം യഹോവയ്ക്കാകും. രാജ്യത്വം യഹോവയ്ക്കാകും. ഈ രാജ്യങ്ങളൊക്കെ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുമെന്ന് ഈ പ്രവചനം നിവർത്തിക്കപ്പെടുമ്പോൾ സംഭവിക്കും. 2:15 വാക്യം നോക്കി, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. നമ്മൾ പഠിച്ചു യഹോവയുടെ നാൾ, ഡേ ഓഫ് ദ ലോർഡ്. അത് സംഭവിച്ചിട്ടില്ല. ദൈവം സകല ജാതികളെയും ന്യായം വിധിക്കാൻ ഇടപെടുന്ന ഒരു ദിവസമുണ്ട് ഉത്പ്രാവണത്തിന്റെ ശേഷം. അത് സംഭവിച്ചിട്ടില്ല.
ഇത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ സകല രാജ്യങ്ങളും യഹോവയുടെ രാജ്യത്വം ഉണ്ടാക്കും, അല്ലെങ്കിൽ യഹോവ രാജാവായി മാറും. അപ്പോൾ അത് നിവർത്തിക്കപ്പെടാഞ്ഞത് കൊണ്ട് ഈ ഒബദ്യാ പ്രവചനത്തിന് ഭാഗികമായി നിവൃത്തിയെ സംഭവിച്ചിട്ടുള്ളൂ, പൂർണ്ണമായി സംഭവിച്ചിട്ടില്ല. ഈ ഒബദ്യാ പ്രവചനം ആരോടാണ് പറയുന്നത്? 1-ാം വാക്യം ഒന്ന് വായിക്കാം. ഒബദ്യാവിന്റെ ദർശനം: യഹോവേ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്തു. ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഇതിനകത്ത് മുഴുവൻ. ഇനിയും ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയേ, 17-ാമത്തെ വാക്യത്തിൽ: എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായി. സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശത്തെ കൈവശമാക്കും. ആ വാക്ക് നോക്കണം. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശത്തെ കൈവശമാക്കും. ദ ഹൗസ് ഓഫ് ജേക്കബ് ഷാൽ പൊസസ് ദെയർ പൊസഷൻ. അവരുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തും. എന്നിട്ട് ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക: അന്ന് യാക്കോബ് ഗൃഹം തീയും, യോസേഫ് ഗൃഹം ജ്വാലയും, ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. അവരവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. അടുത്ത നോക്കിയേ, ഏശാവ് ഗൃഹത്തിൽ ശേഷിപ്പുണ്ടാകില്ല. ഏശാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏശാവ് ഗൃഹത്തിലെ ശേഷിപ്പുണ്ടാകത്തില്ല. അടുത്ത ഭാഗം നോക്കണേ. യഹോവയല്ലോ അരുളി ചെയ്തത്: തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതവും താഴ്വീതിലുള്ളവർ ഫെലിസ്ത്യ ദേശവും കൈവശപ്പെടുത്തും. അവർ എബ്രാഹിം പ്രദേശവും ശമരിയ പ്രദേശവും കൈവശമാക്കും. ബെന്യാമീനോ ഗിലെയാദിനെ കൈവശമാക്കും. ഈ കോട്ടയിൽ നിന്ന് പ്രവാസികളായ പോയ ഇസ്രായേൽ മക്കൾ സാരാഫത്ത് വരെയും കനാന്യർക്കുള്ളതും സാരാഫത്തിലുള്ള യെരുശലേമിയ പ്രവാസികളും തെക്കേ ദേശത്തെ പട്ടണം കൈവശമാക്കും. ഏശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറിച്ചെല്ലും, രാജ്യത്വം യഹോവയ്ക്കാണ്. ഈ ഭാഗമാണ് എന്റെ കണ്ണു തുറന്നത്. ഇത് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമല്ല. കാലത്തിന്റെ അന്ത്യം യഹോവയുടെ നാൾ, രാജ്യത്വം യഹോവയ്ക്കാകുന്ന ദിവസം, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തുമ്പോൾ, ഏശാവ് താളടിയായി തീരുമ്പോൾ, ഏശാവിനെ കത്തി ദഹിപ്പിക്കുമ്പോൾ അവർ കൈവശപ്പെടുത്തുന്ന സ്ഥലങ്ങൾ നോക്കി നിങ്ങളുടെ ബൈബിളിൽ 1, 2, 3 എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. 19-ാം വാക്യം: തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതവും. ഏതാണ് ഏശാവിന്റെ പർവ്വതവും? പെട്ര ഇരിക്കുന്ന ഇന്നത്തെ സതേൺ യോർദാൻ, അത് കൈവശപ്പെടുത്തും. മോഡേൺ ലാംഗ്വേജിൽ എഴുതിയാൽ സതേൺ ജോർഡാൻ അത് കൈവശപ്പെടുത്തും. 2, ഫെലിസ്ത്യ ദേശം. ഏതാണ് ഫെലിസ്ത്യ ദേശം? ഗാസ. ഗാസ, ഇന്നത്തെ ഗാസയാണ് ഫെലിസ്ത്യ ദേശം. 3, നോക്കിയേ, എബ്രാഹിം പ്രദേശവും ശമരിയ. എബ്രാഹിം ശമരിയ ഏതാണ്? വെസ്റ്റ് ബാങ്ക്. എബ്രാഹിം ദേശവും ശമരിയ ദേശവും അത് വെസ്റ്റ് ബാങ്ക് ആണ്. സൗന്മാരെ, നിങ്ങൾ അത് നോട്ട് ചെയ്ത് കൊള്ളുക. പിന്നെ 4, ഗിലെയാദ് ദേശം. ഗിലെയാദ് എന്ന് പറയുന്നത് ഗിലെയാദിനെ കൈവശപ്പെടുത്തും. ജോർദാന്റെ വടക്ക് പ്രദേശം. പിന്നെ സാരഫത്ത്, നമ്മൾ സാരഫത്തിലെ വിധവയെ കുറിച്ച് വായിക്കുന്നുണ്ട്. സാരഫത്ത് കൈവശപ്പെടുത്തും. അത് ലെബനോന്റെ പ്രദേശമാണ്, ലെബനോന്റെ തെക്ക് ഭാഗമാണ്. ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്തേ, ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊന്ന് ഓർത്തേ. 1, യോർദാന്റെ തെക്ക് ഭാഗം, ഗാസയുടെ പ്രദേശം, വെസ്റ്റ് ബാങ്ക്, യോർദാന്റെ വടക്കേ ഭാഗം, ലെബനോന്റെ തെക്ക് ഭാഗം. സൗന്മാരെ, ഇനിയും പറയുന്നത് നിങ്ങളൊന്ന് ഓർത്തോണം. എവറി പ്ലേസ് മെൻഷൻ ഹിയർ ഈസ് predominantly occupied by Palestinians. ഞാൻ ജോർദാനിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. യോർദാന്റെ ജനസംഖ്യയിൽ ഏതാണ്ട് 90% 80 to 90, 95% of the people in Jordan is Palestinians.
വെസ്റ്റ് ബാങ്കിലാരാ? പലസ്തീനിയൻസ്. ഗാസയിലാരാ? പലസ്തീനിയൻസ്. യോർദാന്റെ വടക്ക് ഭാഗത്താരാ? പലസ്തീനിയൻസ്. ഈ ലെബനോന്റെ തെക്ക് ഭാഗത്താരാ? അവിടുന്ന് അല്ലേ ഈ ഹെസ്ബുള്ള എല്ലാം കൂടെ ഇത് അയക്കാനായിട്ട് ശ്രമിക്കുന്നത്? പലസ്തീനിയൻസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ? പ്രീഡോമിനന്റ്ലി പലസ്തീനിയൻസ്. ഇന്ന് ജോർദാനും ഒക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഏറിയ പങ്കും പലസ്തീനികളുടെ കയ്യിൽ. ഇന്നത്തെ മോഡേൺ യുദ്ധത്തിന്റെ പ്രശ്നം നിങ്ങൾ കണ്ടോ? ആരാണ് പ്രധാന കാരണം? പലസ്തീൻ ഇസ്രയേൽ പ്രോബ്ലം. അതെവിടും തുടങ്ങിയതാണ്. പുരാതന വൈരാഗ്യം, ഓൾഡ് ഹേറ്റഡ്നെസ്. ഒരു വാക്യം കൂടെ എടുത്താട്ടെ, അപ്പോഴത്തേക്ക് നമ്മുടെ സമയം തീരും. 83 സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. 83 സങ്കീർത്തനം. ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ അർത്ഥമുള്ളതായി നമുക്ക് തോന്നും. 83 സങ്കീർത്തനം. 83 സങ്കീർത്തനം. ശൗന്മാരെ 4 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കാം. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുറിച്ചു കളയുക. അവരുടെ പേര് ഇനി ആരും ഓർക്കാതെ വണ്ണം ഓർക്കരുതെന്ന് അവർ പറഞ്ഞു. 1967 യുദ്ധത്തിന് അബ്ദുൽ നാസർ ഹെയ്റോ റേഡിയോയിലൂടെ പറയുന്നത് ഈ വാക്കുകൾ ആവർത്തിച്ച് ഇന്ന് അറബി രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്. ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ മുറിച്ചു കളയും. ഇസ്രയേൽ ഇനി വേണ്ട, ഇസ്രയേലിനെ മാറ്റിക്കളയണം. ആരായി പറയുന്നത്? പ്രധാനമായി പറയുന്ന ആരാന്ന് നോക്കാട്ടെ. 5-ാം വാക്യം. അവരിങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്തു. സൗന്മാരെ 6-ാം വാക്യത്തിന്റെ ആരംഭം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തു. ഏദോമ്യരും ഇസ്മായേലരെയും കൂടാൻ. ദൈവം അത് ചേർത്ത് പറഞ്ഞേക്കുന്നത് കണ്ടോ? ഏദോമ്യരും ഇസ്മായേലിന്റെ കൂടാരം. യേശാവിന്റെ വംശവും ഇസ്മായേലിന്റെ വംശവും ആരായത്? ആധുനിക പലസ്തീനികളും അറബികളും. ഇസ്മായേലിന്റെ വംശത്തിൽ നിന്നാണ് അറബികൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായി. ഇന്ന് കാണുന്ന അറബി രാജ്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എടുത്തു പറഞ്ഞു ഏദോമ്യരും ഇസ്മായേലരും മോവാബ്യരും ഹാഗാഗ്യരും കൂടെ ജബാലും അമോനും അമേലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് ചേർന്നു. എന്തോ ഒരു പ്രയോഗമാണ്. ഈ ഭാഗം ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ഞാനിവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കട്ടെ. യഹോശത്ത് താഴ്വരയിൽ ദൈവം എടുത്തു പറഞ്ഞ വാക്ക് നോക്കും. ചുറ്റുമുള്ള രാജ്യങ്ങളെ അറബി രാജ്യങ്ങളാണ്. ചുറ്റുമുള്ള രാജ്യങ്ങൾ അത് ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവർ ഇസ്രയേലിനോട് ബദ്ധ വൈരാഗികളാണ്. എന്തിനാണ് ഇവർക്കെല്ലാം ഇസ്രയേലിനോട് വൈരാഗ്യം? ഇസ്രയേലിൽ നിന്ന് ഒരാൾ എന്നെ ഫോൺ ചെയ്തിരുന്നു. വളരെ നേരം സംസാരിച്ചു. ഇസ്രയേലിലെ അദ്ദേഹം ഇടയ്ക്ക് എന്നെ വിളിക്കും. നമ്മുടെ കോതമംഗലത്ത് നിന്നുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹം എൻ്റെ മെസ്സേജസ് ഒക്കെ കേട്ട് എന്നോട് താല്പര്യം തോന്നി. അവിടെ നിന്ന് എന്നെ വിളിച്ച് പലപ്പോഴും പറയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നത് ഒരു പലസ്തീനിയൻ, അതായത് അറബ്, പലസ്തീനിയല്ല അറബ് ഒരു കാത്തലിക്കിന്റെ വീട്ടിൽ. പറഞ്ഞു അവരുടെയൊക്കെ വൈരാഗ്യം. അവർ ഇസ്രയേലിൽ പാർത്ത് ഇസ്രയേലിന്റെ നന്മ അനുഭവിക്കുന്നവർ. പക്ഷെ അവർക്ക് ഇസ്രയേലിനോട് ഭയങ്കര വൈരാഗ്യം. ഇസ്രയേലിൽ പാർക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് പോലും ഇസ്രയേലിന് വിരോധമാണ്. ഇവിടെ വായിച്ച പോലെ ഈ ഇസ്മായിലരുടെ ഭവനം, അതായത് അറബി രാജ്യങ്ങൾ മൊത്തം, പലസ്തീൻ മൊത്തം, ഏദോമ്യരും ഇസ്മായിലരും, ഇവരൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പുരാതന വൈരാഗ്യം. ഇസ്മായിലിന് ഇസഹാക്കിനോടും യേശാവിന് യാക്കോബിനോടുമുള്ള വൈരാഗ്യം. ആ വൈരാഗ്യം അവരുടെ രക്തത്തിൽ കലർന്ന്, അവരുടെ സന്തത പരമ്പരകളിൽ അത് കലർന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവരോടുള്ള വൈരാഗ്യത്തിൽ വളർന്നു വന്ന് ഇന്നതിന്റെ ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. എന്നാൽ നമ്മൾ കണ്ടു ഉപദ്യാവിന്റെ പർവ്വതത്തിൽ അവരെ കത്തിച്ച് നശിപ്പിച്ചു കളയും ഇസ്രായേൽ. രാജ്യത്തും യഹോവയ്ക്കായി. ഞാനിവിടെ നിർത്തുന്നു. ഇതൊരു വലിയ പഠനമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശാവിന്റെ സന്തത പരമ്പരകളാണ് ആധുനിക പലസ്തീൻ. വചനത്തിൽ നിന്ന് ഈ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് നമ്മൾ ഒന്നൊന്നായി പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുമ്പോൾ അവരാണിത് എന്നുള്ളത് കൂടുതൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
നാം വന്നെത്തിയ ദിവസങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. നമ്മൾ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ഈ കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് വളരെ ഉണർന്നും ഒരുങ്ങിയും ഭക്തിയോടെ ജീവിക്കാം. ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാം. ദൈവനാമം മഹത്വം.